കണ്ണു പറഞ്ഞിടത്തോളി. അമ്മേ, അമ്മേ, അമ്മണി, അമ്മേ.
പ്ലീസ് പ്ലീസ് ശബ്ദിക്കരുത് ശബ്ദിക്കരുത് എന്നെ കൊല്ലരുത് പ്ലീസ്. രാധ എന്നത് പറഞ്ഞില്ലേ? നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം. പ്ലീസ്. അന്ന് അവളും അതിന് തയ്യാറായിരുന്നു. എന്റെ അമ്മയായിരുന്നു അതിനൊക്കെ കാരണം. അതന്നും അറിയാമായിരുന്നില്ലേ? എനിക്ക് മാപ്പ് കൊടുത്തേ. രാധയ്ക്ക് നിങ്ങൾ അന്ന് മാപ്പ് കൊടുത്തില്ല. അമ്മണിക്ക് ഇനി ആരും ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും. രാധയുടെ വയറ്റിൽ നിന്റെ അനിയന്റെ കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് വേണ്ടി അവർ യാചിച്ചിരുന്നു. അന്ന് നീ ഓർത്തില്ല. അന്ന് നീ ഓർത്തില്ല. എന്റെ രാധയെന്ന് എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയണ്ടേ? വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. വേണ്ട വേണ്ട വേണ്ട. നീ കത്തി ചാമ്പലാവുന്നത് എനിക്ക് കാണണം. അയ്യോ എന്നെ കൊല്ലുന്നേ. അയ്യോ അയ്യോ എന്നെ കൊല്ലുന്നേ. എന്നെ ചുട്ടു കൊല്ലുന്നേ. അയ്യോ രക്ഷിക്കണേ അമ്മേ. അയ്യോ എന്നെ കൊല്ലുന്നേ. അയ്യോ എന്നെ കൊല്ലുന്നേ. എന്നെ ചുട്ടു കൊല്ലുന്നേ. എന്നെ രക്ഷിക്കണേ. ഓടി വന്നേ. എന്നെ കൊല്ലുന്നേ. അയ്യോ അച്ഛനെ. കത്തി ചാമ്പലാവുന്നത് എനിക്ക് കാണണം. അതെ അതെ, ഞാനാണ് കൊന്നത്. ഞാനാണ് കൊലയാളി. പക്ഷേ ഒരു മനുഷ്യനെ ഞാൻ കൊന്നിട്ടില്ല. കൊന്നത് മനുഷ്യവേഷമണിഞ്ഞ ദുഷ്ടമൃഗങ്ങളെയാണ്. വേണ്ട, എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ജീവിക്കണമെന്നില്ല. ഈ കേസ് ജയിക്കണമെന്നില്ല. ചെയ്ത കാര്യങ്ങളിൽ പശ്ചാത്താപവുമില്ല. ഈ കോടതി എന്നെ വെറുതെ വിട്ടാലും ഞാൻ അറിഞ്ഞില്ല. ഇതുപോലുള്ള ദുഷ്ടമൃഗങ്ങളെ തേടിപ്പിടിച്ച് ഞാൻ കൊന്നുകൊണ്ടേയിരിക്കും. ബന്ധുക്കൾ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് വിവാഹം ഒരു തൊഴിലാക്കി മാറ്റിയിരിക്കുന്ന അതിമോഹികളായ മനുഷ്യമൃഗങ്ങൾ എത്രയോ പേർ. കഴുത്തിൽ താലി കെട്ടി പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കിടപ്പറയിലേക്ക് പാലുമായി കടന്നു ചെല്ലുന്ന ഭാര്യയെ അതേ പാലിൽ വിഷം കലർത്തി വകവരുത്തുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ സമൂഹത്തിലെ ഈ പകർച്ചവ്യാധിയെ നശിപ്പിക്കൂ. നിയമങ്ങൾ കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ വയ്യെങ്കിൽ ഈ നിയമങ്ങൾ ചുട്ടരിക്കൂ. നീതിപീഠത്തിലിരിക്കുന്ന അങ്ങത് കേൾക്കണം. സ്ത്രീത്വം ഇന്ന് അവിടെ പരീക്ഷിക്കപ്പെടുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ അവരെന്നും ദുരിതം അനുഭവിക്കുന്നു. ക്രൂരമായി കൊല്ലപ്പെടുന്നു. ഇവിടുത്തെ നിയമങ്ങളുടെ പീഠപുസ്തകങ്ങൾക്ക് അവ കാണാൻ കഴിയുന്നില്ല. എതിരായി ശബ്ദിക്കാൻ കഴിയുന്നില്ല. കാണാൻ മടിക്കുന്ന ആ കണ്ണുകൾ പൊട്ടിച്ചു കളയൂ. ശബ്ദിക്കാൻ കഴിയാത്ത ആ നാവുകൾ പിഴറിയൂ. രാധയുടെ കൊലപാതകത്തിന് ദൃക്സാക്ഷിയാണ് ഞാൻ. എന്നെ കൊല്ലുന്നതെന്ന് എന്റെ കൂട്ടുകാരൻ നിലവിളിച്ചത് കേട്ടവളാണ് ഞാൻ. എന്തുകൊണ്ടാ സത്യവുമായി ഞാൻ ഈ കോടതിയുടെ മുമ്പിൽ നിന്നെന്നറിയണോ? ന്യായങ്ങളുടെയും സംശയങ്ങളുടെയും പേരിൽ ഈ കോടതി അവരെ വെറുതെ വിട്ടെന്ന് വരും. ആ ഭയം കൊണ്ടാണ് ഞാൻ ഈ നാടകം അരങ്ങേറിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഈ നാട്ടിൽ ആരും അറിയാതെ കത്തിയെറിയുന്ന എന്റെ രാധയെ പോലുള്ള 1000 സഹോദരിമാർ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. ഈ തീയിൽ നിന്ന് സ്ത്രീത്വത്തെ രക്ഷിക്കാനാവില്ലേ? ഇനിയും രാധമാർ വെന്തരിയുന്നത് കാണാൻ ഞാൻ ഒരുക്കമല്ല. സ്ത്രീധനത്തിന്റെ മോഹത്തിൽ അമർന്ന് പാവം പെൺകുട്ടികളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രാക്ഷസവർഗങ്ങൾ ഒന്നുകൂടെ നശിക്കണം. പണവർ പിടിച്ച ആ കാപാലികരെ ഞാൻ നശിപ്പിക്കും. I will kill them. 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 യുവർ ഓണർ, ഇവിടുത്തെ ശിക്ഷാ നിയമങ്ങൾ അനുസരിച്ച് ജീവപര്യന്തം തടവോ തൂക്കുമരം തന്നെയോ ഈ സ്ത്രീക്ക് നൽകാം. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? അല്പനേരം അങ്ങ് ന്യായാധിപനാണെന്നും ഇരിക്കുന്നത് നീതിപീഠത്തിലാണെന്നും വിസ്മരിക്കാൻ കരുണയുണ്ടാവണം. എന്നിട്ട് പച്ചയായ മനുഷ്യത്വത്തിന്റെ നീതിപീഠത്തിലിരിക്കണം. അധികാരത്തിന് ചട്ടവട്ടങ്ങളില്ലാതെ, ന്യായാധിപന്റെ നിസ്സഹായതയില്ലാതെ ഈ കേസിനൊരു വിധി എഴുതാമോ? സ്ത്രീധന സമ്പ്രദായം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ
വേദന അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് പെൺകുട്ടികളിൽ മനസ്സൊന്നിക്കൊണ്ട് അങ്ങേക്കൊരു വിധി പറയാമോ? അത് കൊലയാളിയാണോ? ഈ സ്ത്രീ കുറ്റവാളിയാണോ? അല്ല. അങ്ങ് മനുഷ്യവികാരത്തിൻ്റെതായ ന്യായങ്ങളിൽ ആ സത്യം കണ്ടെത്തണം. ഈ പെൺകുട്ടി നിരപരാധിയാണെന്ന് അങ്ങ് വിധി പ്രസ്താവിക്കണം. ആ വിധി രാമകൃഷ്ണനെ പോലുള്ള ദുഷ്ടമൃഗങ്ങൾ പുലരുന്ന ഈ സമൂഹത്തിന്റെ അകത്തളങ്ങൾക്ക് തീ കൊടുക്കണം. ആരുടെയും അടിമയില്ല സ്ത്രീ എന്നെന്തുകൊണ്ട് ഈ സമൂഹം മനസ്സിലാക്കുന്നില്ല? ഒരുപക്ഷെ അങ്ങേക്കൊരു മകളുണ്ടെങ്കിൽ ആ കുട്ടിയും ഈ വ്യാധിയുടെ പിടിയിൽപ്പെടും. ഒരിക്കലും താലി കെട്ടാൻ പഴയം കുനിച്ചൂടെ നിന്നില്ലെന്ന് വരും. ഈ കൊച്ചുകുട്ടിക്ക് പോലും സത്യം മനസ്സിലാകുന്നു. നാളെ ഒരു ശബ്ദമാണിത്. ഈ ശബ്ദത്തിന്റെ ശക്തിയാണ് അർച്ചന. ഈ ശക്തി ആളിക്കത്തും. ആ തീയിൽ ഈ നീതിപാലകരും നീതിന്യായങ്ങളും കത്തിച്ചാമലാവുക തന്നെ ചെയ്യും. ഈ കോടതി ഞാൻ പറയുന്നത് കേൾക്കണം. ഐ സേ ടേക്ക് ഹിം ഔട്ട്. നിയമപുസ്തകത്തിന്റെ അടിമയാണെന്ന്. സ്വന്തം അധികാരത്തിന്റെ അടിമ, ബാല്യമുള്ള ശമ്പളത്തിന്റെ അടിമ, കടിക്കുന്ന ഭക്ഷണത്തിന്റെ അടിമ.